കുറച്ച് പേരെങ്കിലും എൻ്റെ അടുത്ത് ചേച്ചി എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ സിറ്റുവേഷൻ, ചേച്ചി എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ, അച്ഛനും അമ്മ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഇനിയും എന്താ പറയുക, സാധാരണ ഞാൻ ഈ മുണ്ടക്കായി ബന്ധപ്പെട്ട് എന്ത് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ആൾക്കാർ ഇത് ഒരു കണ്ടൻറ്റിന് വേണ്ടി ചെയ്തതാണ്, അല്ലെങ്കിൽ നിനക്ക് റീച്ചാണ് മുഖ്യം അങ്ങനെ പറഞ്ഞ് കമൻ്റ് ആയാലും പേഴ്സണൽ മെസ്സേജ് ആണെങ്കിലും ഒരുപാട് നെഗറ്റീവ്സാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്തിട്ട് അങ്ങനെ അയക്കാതിരിക്കുക. അങ്ങനെ എന്നോട് ചോദിക്കുന്ന കുറച്ച് പേര്, ഒരു 10 പേരാണെങ്കിൽ ആ 10 പേരോട് എനിക്ക് പറയാൻ പറ്റാത്തവരോട്, ഡയറക്റ്റ് പറയാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ രാവിലെ ഒരു 6:15 ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം കോഴിക്കോടാണല്ലോ ഞാൻ നിൽക്കുന്നത്. എൻ്റെ സ്വന്തം വീടാണ് വയനാട് മുണ്ടക്കയിലുള്ളത്. അപ്പോൾ രാവിലെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. കാരണം നമുക്ക് രാവിലെ തന്നെ പോയാലേ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരാൻ പറ്റും. ഏട്ടന് ജോലി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ നിൽക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അച്ഛനും അമ്മയും ഇപ്പോൾ ഉള്ളത് മേപ്പാടി കാപ്പൻകൊല്ലിയിലാണ് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ ഇറങ്ങി. ചുരത്തിലൊന്നും ഒരു മനുഷ്യ കുഞ്ഞ് പോലും ഉണ്ടായില്ല. വിരലുണ്ടാവുന്നൊരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കാണാൻ അടിപൊളിയായിരുന്നു. നല്ല മഞ്ഞും. ഞങ്ങൾ നിർത്തിയൊന്നുമില്ല. ഒന്നാമത് നല്ല തണുപ്പുണ്ട്. കൊച്ചിന് തണുപ്പ് പറ്റാത്ത പ്രശ്നമൊന്നും വരണ്ട വെച്ചിട്ട് അങ്ങനെ നിർത്തിയൊന്നുമില്ല. നമ്മൾ ഒരു എന്താ പറയുക, ടൂർ മൂഡിന് പോയതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിർത്തിയുമില്ല. നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെയൊക്കെ കയറിയ സമയത്ത് ഭയങ്കര വിഷമം തോന്നിയത്, നമ്മുടെ ഈ ചുരമൊക്കെ കഴിയുന്ന സമയത്ത് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വിരലിൽ എണ്ണാൻ പറ്റില്ല, അത്രയും അധികം വന്നിട്ടുണ്ട്. അവിടെയൊന്നും ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. കാരണം ഈച്ചേനെ ആട്ടാൻ കൂടി ഒരു മനുഷ്യനില്ല പറയുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ഇപ്പോൾ വയനാട്ടിലുള്ളത് കേട്ടോ. ഞങ്ങൾ വൈത്തിരിയൊക്കെ എത്തി വീട്ടിൽ പോയി അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് മുണ്ടക്കയിലേക്ക് ഇറങ്ങിയത് കേട്ടോ. അതാ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ. ജസ്റ്റ് കാപ്പൻകൊല്ലി കഴിഞ്ഞേ ഉള്ളൂ. ഇത് നമ്മുടെ പുത്തുമലയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. പുത്തുമലയിൽ റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു. കാരണം റോഡ് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിന് മുമ്പേ ചെയ്തതാണ്. ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ടാണ് ഇതവിടെ കാണുന്നുണ്ടാവും. അത്ര ഞാൻ അവിടെ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഒരുപാട് പേരെ തിരിച്ചറിയാത്ത ആൾക്കാരെ മറവ് ചെയ്തിട്ടുള്ളത് അവിടെയാണ് കേട്ടോ. ഇപ്പം ഞാൻ നിൽക്കുന്നത് ചൂരമല ടൗണിലേക്ക് എൻട്രി ചെയ്യുന്ന അവിടെയാണ്. ഇവിടേക്ക് അങ്ങനെ ഡയറക്റ്റ് ആർക്കും കയറി പോകാൻ പറ്റില്ല. എൻ്റെ നാട് അവിടെയാണ്ട് എനിക്ക് കയറി പോകാൻ പറ്റി. പുറത്തുനിന്ന് വരുന്നവരൊന്നും കയറ്റി വിടുന്നില്ല. ഇൻ കേസ് ഏതെങ്കിലും എമർജൻസി കേസൊക്കെ കയറ്റി വിടുന്നതിന് പാസ് മുഖേനയാണ്. ഫുൾ ചെക്കിംഗ് ആണ്. ഇത് 3ാമത്തെ ചെക്കിംഗ് ആണ് കേട്ടോ. അവിടെ ഉള്ളത് 3ാമത്തെ ചെക്കിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ കയറ്റി വിടുന്നത്. അങ്ങനെ അവിടെ നിന്ന് കയറി ഇതവിടുത്തെ കട ഭയങ്കര സ്മെല്ല്, അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും ഒരു ചെളിമണം വന്നെന്ന് പറയുന്ന സമയത്ത് ഇത്രയും വലിയ ചെളിമണം ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കൊച്ചിനെ കൂട്ടാതെ വന്നത് നന്നായി. ഞാൻ മോളെ അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് പോയത്. നന്നായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ഏറ്റവും വിഷമമായിട്ടൊരു കാര്യങ്ങൾ, ആ പട്ടി കണ്ടോ, ചാണകമാണ് കേട്ടോ. ആ പട്ടി തിന്നാനൊന്നും ഇല്ലാഞ്ഞിട്ടാണ്. അപ്പം ആ പാലത്തിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അതെൻ്റെ കണ്ണ് പെട്ടത്. ആ വീഡിയോയിൽ അത് പെട്ടത്. അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊരു ബിസ്ക്കറ്റ് കൂടി ഉണ്ടായിരുന്നു, അതെങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഈ പാലത്തിൽ കയറി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് അതിന് ഇറങ്ങി പോകാൻ നടക്കൊന്നും പറ്റില്ല. ഈ പാലത്തിലൂടെ ഒരു വണ്ടി കയറി ഈ പാലം കഴിഞ്ഞതിന് ശേഷം അടുത്ത വണ്ടിക്ക് കയറാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് കൊടുക്കാൻ പറ്റിയത് ഭയങ്കര എന്തോ ഒരു ഫീൽ ചെയ്ത്. കാരണം ഒരു ചാണകമൊക്കെ ഒരു പട്ടിക്കുട്ടി തിന്നുക പറയുമ്പം അത് അവിടുത്തെ അവസ്ഥ അത്രയും ഭീകരമായതുകൊണ്ടാണ്. ഒന്നുമില്ല അവിടെ. ഇവിടെ ഒന്നും ശരിക്കും പറഞ്ഞാൽ മണത്തിട്ട് നിൽക്കാൻ പറ്റില്ല പറയില്ല, ആ ഒരു അവസ്ഥയാണ്. ശരിക്കും ഈ സമയത്ത് ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനം ചെയ്തു ആൾക്കാരെ ബോഡി ആയിട്ടാണെങ്കിലും രക്ഷപ്പെടുത്തിയെടുത്തവരായാലും എങ്ങനെയൊക്കെ നന്ദി പറയണമെന്നോ ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം അത്രയും ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇതാ ഇതിൽ തന്നെ കാണും, അങ്ങ് ദൂരെ കാണുന്നതാണ് പൊട്ടി വന്ന സ്ഥലമാണ് കേട്ടോ ആ കാണുന്നത്. നമ്മളിപ്പോൾ ഈ ടി വിയിൽ കാണുന്നതോ വാർത്തയിൽ കാണുന്നതോ ഒന്നുമല്ല അവിടുത്തെ അവസ്ഥ എന്ന് മനസ്സിലായത് ഇന്നലെ അവിടെ പോയപ്പോഴാണ് കേട്ടോ. 31 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടേക്ക് പോയത്. എനിക്ക് ഇത്രയും ദിവസം അവിടെ പോകാനുള്ളൊരു മാനസികാവസ്ഥ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം മനസ്സ് മരവിച്ചൊരവസ്ഥയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനടക്കം അടങ്ങുന്ന മുണ്ടക്കായിലും ചൂരൽമലയിലും ആ പ്രദേശത്ത് ജീവിക്കുന്നവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു രാത്രി ഇവരെയൊന്നും ഓർമ്മിക്കാതെ സമാധാനമായിട്ട് ഉറങ്ങണം എന്നുള്ളതാണ്. കാരണം അത്രയും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളിപ്പം ഒരാളാണ് മരിച്ചത്, നമുക്ക് എത്ര പേര് മരിച്ചാലും വിഷമം ഉണ്ടാവും, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഒരാളാണെങ്കിൽ കൂടി നമ്മൾ രാത്രി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബിസി ആയിട്ടും ചിലപ്പോൾ ഒന്ന് മറന്നു. പക്ഷെ ഇത്രയും നമുക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചുപോയി. രാത്രി ആരെങ്കിലും ഒരാളുടെ ഓർമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും കടന്നു വരും. അങ്ങനെ ഇത് തന്നെ ആലോചിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ചോദിച്ചു, ഈശ്വര എൻ്റെ മാത്രമാണ് ഇങ്ങനെ ഒരു അവസ്ഥ എന്ന്. പിന്നെയാണ് അറിയണത് ഇത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഇത് തന്നെ അവസ്ഥ. രാത്രി ഉറങ്ങാൻ, അതായത് എൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ ഒന്നും പറ്റാണ്ട് പോലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം അച്ഛനും അമ്മയും എല്ലാവരും നഷ്ടപ്പെട്ട ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിനേക്കാളും ഭീകരമായിരിക്കും. ഇതൊക്കെ എന്ന് പറയുന്നത് പാടിയുള്ള സൈഡാണ് കേട്ടോ. ഇവിടെയൊന്നും
ഒരിക്കലും വെള്ളം കയറാനോ മഴവെള്ളം വരാനോ വെള്ളം തങ്ങി നിൽക്കാനോ ഒന്നും ചാൻസ് ഇല്ലാത്തൊരു ഏരിയയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇവിടെ ഒരു പാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പോണ ഇവിടെ ഒരു പാടി ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർ സേഫാണ് പറഞ്ഞിട്ട് വന്ന് നിന്നതാണ്. 10-11 പേര് ആ വീട്ടിലുണ്ടായിരുന്നു. അവരിൽ ആരുമില്ല, ഒരു കുട്ടി മാത്രം അവന്തിക പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ കുട്ടി മാത്രമാണ് രക്ഷപ്പെട്ടത്. ഈ ഏരിയയിലായിട്ടായിരുന്നു സീതമ്മക്കുണ്ട് ഉണ്ടായതും. ശരിക്കും സീതമ്മക്കുണ്ടൊക്കെ ഇന്ന് സത്യത്തിൽ ഒരു ചാല് പോലും ഇല്ല, അത്രയും ഇല്ലാണ്ടാണ് പോണത്. അത്രയും ഹൈറ്റിലുള്ള പുഴയായിരുന്നു, അതെല്ലാം പോയി. അപ്പോൾ ഈ വണ്ടി ഈ പോണവിടെയൊക്കെ വീടുകളുണ്ടായ ഏരിയ ആയിരുന്നു കേട്ടോ. നമ്മൾ ബസ് കയറാനൊക്കെ വരിക, മോള് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ ഒരു ഏരിയ, ഇത് മട്ടത്തേക്ക് പോണ വഴിയൊക്കെ. ഇവിടെയൊക്കെ വീടുകളും ഈ ആൾക്കാരൊക്കെ നിൽക്കുന്നവിടെ നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് കടകൾ ഉണ്ടാവുമല്ലോ, ആ കടേൻ്റെ മുന്നിൽ ബസ് കയറാൻ നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് നടന്ന് പോകാനും മട്ടത്തിലേക്ക് നടന്ന്, പുഞ്ചിരി മട്ടത്തിനെ മട്ടം എന്നാണ് പറയുക, നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ 10 ഏക്കർ ട്രീ വാലി റിസോർട്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ വഴി കൂടെ കാറിൽ വന്നിട്ട് ബാക്കിയിലാണ് നടന്നത്. മറ്റേ കൂടെ നമുക്ക് കാറ് വരാൻ പറ്റില്ല, അത്രയും ലോങ് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ വിചാരിക്കും ആ നടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലാന്ന്. പക്ഷേങ്കിൽ അവിടെ എനിക്കറിയില്ല, ഞാൻ ലൈഫിൽ ഇതേവരെ അനുഭവിക്കാത്ത ഒരു ഫീലിങ്സാണ് അവിടെ പോയപ്പോൾ ഉണ്ടായത്. ഒരു പ്രത്യേകതരം ചൂട്, പ്രത്യേകതരം കാലാവസ്ഥ, ഭയങ്കര കാറ്റ്, നമുക്ക് ഒരു അരമണിക്കൂർ പോലും അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഒരു ചൂടും എന്തൊക്കെയോ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി ഞാൻ നിന്ന സ്ഥലം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയൊരു സ്ഥലമായിരുന്നു. കാരണം ഞങ്ങൾ എപ്പോഴും പോകുന്നത്, ഞങ്ങളെല്ലാവരും എപ്പോഴും പോയി കളിക്കണേയും ചിരിക്കുന്നതും ഫോട്ടോ എടുക്കണേയും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിന്നിട്ടുണ്ടായത്. അവിടെ ആ വീട്ടിലും ഇപ്പോൾ ആരുമില്ല, അവിടെ വെറും എന്താ പറയുക കുറേ കല്ലുകൾ മാത്രമുണ്ട്. ഇതാണ് അവസ്ഥ. കുറച്ച് വീടുകളൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ ആ വീടുകളിൽ സാധനങ്ങളും ഉണ്ട്. രക്ഷപ്പെട്ടവർ ആ വീടുകളിലുള്ള ആൾക്കാരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. മറ്റു വീടുകളിലുള്ള ആരും തന്നെ എന്താ പറയുക ജീവനോടെ ഇല്ല. 1-2 വിരലെണ്ണാവുന്നവർ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു വരില്ല, അങ്ങനെ രക്ഷപ്പെട്ടവരൊക്കെ ഉള്ളൂ, അല്ലാത്ത ആരും തന്നെ അവിടെ ഇല്ല. അപ്പം ഇതൊക്കെയാണ്. അധികം നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല, നിൽക്കാൻ പറ്റുന്നില്ല, നെഞ്ച് പൊട്ടണ ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഇതാ ഈ ആൽമരം കണ്ടില്ല, ഇവിടെ നിന്ന് നമ്മുടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ, ചൂരൽമല ശിവക്ഷേത്രം. അപ്പം അവിടെ അതും ഇല്ല. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ്. കാരണം കഴിഞ്ഞ ശിവരാത്രിക്ക് കൂടി അവിടെ പോയത്, അവിടുത്തെ ഉത്സവത്തിനൊക്കെ പോയതാണ് നമ്മൾ. അപ്പം അതൊക്കെ ഭയങ്കര എന്താ പറയുക, എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അവിടെ ഉള്ളവർക്ക് മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ കമൻ്റ് ഇടാനും ചീത്ത പറയാനും നിനക്കൊന്നും വിഷമമില്ല, അതുകൊണ്ടാണ് നീയൊക്കെ വീഡിയോ പറയാനൊക്കെ എല്ലാവർക്കും നല്ല സുഖമാണ്. പക്ഷേ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതറിയുള്ളൂ, അതിൻ്റെ വേദന എന്താണെന്ന് അറിയുള്ളൂ. നമുക്ക് വേദന ഉണ്ട്, വിഷമമുണ്ട് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു തൊഴിൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത്, ഇതിങ്ങനെ പോയിട്ട് ഒരു വില്ലേജ് റോഡ് എന്ന് പറയും കേട്ടോ. ഒരുപാട് ബോഡീസ് അവിടെ നിന്ന് കിട്ടിയെന്ന് പറയുന്നുണ്ട്. ആ സൈഡൊന്നും ഒരിക്കലും ഇങ്ങനെയൊന്നും ആവാൻ ഒരു വഴിയും ഇല്ലാത്ത സൈഡ് എന്ന് പറയില്ല, അങ്ങനത്തെയൊക്കെ ഒരു സൈഡായിരുന്നു. പിന്നെ ഇതിന് മോൾ ഭാഗത്ത് പോയപ്പോഴാണെങ്കിൽ റോഡുള്ളവിടെ മൊത്തം കല്ലാണ്. എന്നിട്ട് ആൾക്കാരെ തിരയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ റോട്ടിൽ കൂടെയൊക്കെ വണ്ടി ഓടിച്ച് ഭയങ്കര റിസ്ക് ആയിരുന്നു. മുകളിലേക്കൊന്നും ഇനിയും ഉണ്ട് ഒരുപാട്, നമ്മൾ അവിടേക്കൊന്നും കയറിയില്ല. ഇനി ഒരിക്കലും ഈ നാട്ടിലേക്ക് വരില്ല എന്നൊരു ഇതിൽ അവിടെ നിന്ന് ഞാൻ തിരിച്ചു പോന്നിട്ടുണ്ട്.